അതായത് ഈ ദേവാലയത്തിന് തിരശ്ശീല ഇന്ന് കീറിപ്പോയി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ അകൽച്ച ഈ മരണത്തോടുകൂടി ഇല്ലാതായി എന്നാണ്. പഴയ നിയമത്തില് ഈ തിരശ്ശീല സൂചിപ്പിക്കുന്നത് ഒരു മറയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായിട്ട് യേശുവിന്റെ മരണത്തിന് മുമ്പ് വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഒരുപക്ഷെ പാപത്തിന്റെ അശുദ്ധിയുടെ തലങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടായിരിക്കാം അതൊക്കെ സംഭവിച്ചത്. അതുവരെ ഈ അൾത്താരയിലേക്ക് വിശുദ്ധിയുടെ പരിശുദ്ധിയുടെ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുക മനുഷ്യന് അസാധ്യമായിരുന്നു. ആ തിരശ്ശീല അവിടെ കീറിപ്പോയി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഈ മനുഷ്യർക്ക് ഈ വിശുദ്ധിയുടെ സ്ഥലത്തേക്ക്, ആ പരിശുദ്ധമായ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുക അസാധ്യമായിരുന്നു. പക്ഷേ ഈ തിരശ്ശീല കീറിപ്പോയ ശേഷം അതർത്ഥമാക്കുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ മൂടപ്പെട്ട, ആ കവർ ചെയ്യപ്പെട്ട ബന്ധം ഈ മരണത്തോടുകൂടി തുറക്കപ്പെട്ടു. പണ്ടുകാലങ്ങളിൽ പുരോഹിതന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ആ തിരശ്ശീല മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് കയറുവാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഈ മരണത്തോടുകൂടി ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധം ഇപ്പോൾ സ്ഥാപിച്ചെടുക്കുകയാണ്. പഴയ നിയമത്തില് ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കാം, അതായത് ദൈവത്തിന് മനുഷ്യർക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നത് തന്നെ ഒരു പേടിയായിരുന്നു. അവർ ദൈവത്തെ, ഒരുപക്ഷെ പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ദൈവം മലമുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇടിമുഴക്കത്തോടെ കാർമേഘങ്ങളിൽ വന്ന് അണയുമ്പോൾ ഇസ്രായേൽ ജനം പേടിച്ച് ഭയന്ന് മാറിയിരുന്നു. ദൈവത്തിന്റെ സ്വരം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എപ്പോഴും ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവം നേരിട്ട് തൻ്റെ ജനത്തോട് സംസാരിച്ചിരുന്നില്ല. ഒരു പ്രവാചകനിലൂടെ, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയിലൂടെയാണ് സംസാരിച്ചത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ സമീപിക്കുക എന്ന് പറയുന്നത് ജനത്തിന് ഒരുപക്ഷെ പേടിയായിരുന്നു, ഉത്കണ്ഠയായിരുന്നു. പലപ്പോഴും ജനങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മോശയോട്, മോശേ ഞങ്ങൾ ദൈവത്തോട് സംസാരിക്കും, നീ തന്നെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മരണത്തോടു കൂടി ആ പേടിയെല്ലാം മാറി. നമുക്കറിയാം, ഇതേ പേടി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. പാപം ചെയ്ത ശേഷം അവർ ദൈവത്തിൽ നിന്ന് അകന്ന് പേടിച്ച് ഭയന്ന് മാറി അവര് ഒളിച്ചിരുന്ന ഒരു സംഭവം നമുക്കറിയാം. അവർ ദൈവത്തിൽ നിന്ന് അകന്ന് അവർ ദൈവം കാണാത്ത വിധത്തിൽ ഒളിച്ചിരുന്നു. അന്ന് തുടങ്ങിയ പേടിയ മനുഷ്യനിലേക്ക്. ആ പേടി പിന്നീട് അങ്ങോട്ട് തുടർന്നു. എന്നാൽ ആ തിരശ്ശീല, ആ പേടിയുടെ, ആ ഭയത്തിന്റെ, ആ ദൈവത്തിലേക്ക് കടന്നു വരുന്നതിന്റെ ആ ഭയത്തിന്റെ പേടിയുടെ തിരശ്ശീല യേശു ഇന്ന് മരണത്തിലൂടെ അങ്ങോട്ട് ഇല്ലാതാക്കി. എന്താണ് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇനി ദൈവത്തോട് നമുക്ക് കൂട്ടുകൂടാം. ഇനി ദൈവവുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം പുലർത്താം. എങ്ങനെയാണോ ആദ്യ മാതാപിതാക്കള് പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന്റെ കരങ്ങളെ പിടിച്ച് തോട്ടത്തിലൂടെ ഉലാത്തിക്കൊണ്ടിരുന്നത്, ആ അവസ്ഥയിലേക്ക്, ആഴമായ ബന്ധത്തിലേക്ക്, ആ ദൈവമായിട്ടുള്ള സൗഹൃദത്തിലേക്ക് ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുക. അതാണ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ചത്. നമ്മുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത്, നമ്മുടെ അശുദ്ധിയുടെ തലങ്ങൾ ഏറ്റെടുത്ത്, ദൈവത്തെ എന്നിൽ നിന്ന് മറയ്ക്കുന്ന അശുദ്ധിയുടെ തിരശ്ശീലയാകാം, ഭയത്തിന്റെ തിരശ്ശീലയാകാം, പാപത്തിന്റെ തിരശ്ശീലയാകാം. അത് ദൈവം രണ്ടായിട്ട് വിഭജിച്ച് കർത്താവ് നമ്മളോട് പറഞ്ഞു, ഇനി നിനക്ക് ദൈവത്തെ കാണാം, ഇനി ദൈവത്തെ അനുഭവിച്ചറിയാം എന്ന് പറഞ്ഞു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈശോ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്.
പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. ഉച്ചത്തിൽ നിലവിളിച്ചു. സാധാരണഗതിയിൽ ഒരു വ്യക്തി പിടിക്കപ്പെടുമ്പോൾ, ശിക്ഷ അനുഭവിക്കുമ്പോൾ, ഇപ്പോൾ ഒരാൾ മോഷ്ടിച്ചു അല്ലെങ്കിൽ കൊലപാതകം ചെയ്തു, ആ വ്യക്തിയെ പിടിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി ആ കുറ്റവാളിയാണെന്ന് കണ്ട് പോലീസുകാരോ അല്ലെങ്കിൽ അധികാരികളോ പിടിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി ഒന്ന് പതുങ്ങും. നിരാശയായിരിക്കും പിന്നെ ആ വ്യക്തിയിലേക്ക്, പിന്നെ പേടിയായിരിക്കും, ഉത്കണ്ഠയായിരിക്കും, പിന്നെ പല പല ചിന്തകളാ. ജയില്, കോടതി, പിന്നെ അങ്ങനെ ശിക്ഷയുടെ നാളുകളെക്കുറിച്ച് ചിന്തിച്ച് ആ വ്യക്തി നിരാശപ്പെട്ട് ഒരുപക്ഷെ സംസാരിക്കാൻ പോലും പറ്റില്ല. അതാണ് ഒരു കുറ്റവാളി പിടിക്കപ്പെട്ടാൽ കുറ്റവാളിയുടെ അവസ്ഥ. യേശുവിനെ അവർ ഒരു കുറ്റവാളിയായിട്ടാണ് കണ്ട് യേശുവിനെ കുരിശിൽ തറച്ചത്. പക്ഷേ യേശു കുറ്റവാളി അല്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരിക്കലും ഒരു കുറ്റവാളിയെ പോലെ ആയിരുന്നില്ല യേശുവിൻ്റെ അവസാനത്തെ സമയത്തെ വാക്കുകൾ. യേശു നിരാശപ്പെട്ടില്ല, ഉച്ചത്തിൽ നിലവിളിച്ചു, ധൈര്യത്തോടെ പറഞ്ഞു, ആക്രോശിച്ചു പറഞ്ഞു, മരണത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ ഒരു വലിയ കാര്യം പൂർത്തീകരിച്ചതുപോലെ വലിയ ധൈര്യത്തോടെ, വലിയ ഉത്സാഹത്തോടെ, വലിയ നിലവിളിയോടെ. ആ നിലവിളി എന്ന് പറഞ്ഞാൽ നിരാശയുടെ നിലവിളിയായിരുന്നില്ല. ബോൾഡായിട്ട്, ധൈര്യത്തോടെ, എല്ലാം പൂർത്തീകരിച്ചെന്ന് പറയുന്ന ആ മനോഭാവത്തോടെ, എന്തോ ഒരു പ്രവൃത്തി, എന്തോ ഒരു മിഷൻ, ഒരു പ്രത്യേക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് പൂർണ്ണമായിട്ട് നിർവഹിച്ച് അവസാനം ജയാഘോഷത്തോടുകൂടി ഉച്ചത്തിൽ നിലവിളിച്ചതുപോലെയാണ് യേശുവിൻ്റെ വാക്കുകൾ അവിടെ പ്രകടമാക്കുന്നത്. ഒരുപക്ഷെ ഒരു 100 കിലോമീറ്റർ ഓടി, അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ ഓടി, ഒരു 5000 കിലോമീറ്റർ ഓടി, ഓട്ടത്തിന്റെ അവസാനത്തെ സമയത്ത് ചില വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ടാകാം, ആക്രോശിച്ച് ഉത്സാഹത്തോടെ നിലവിളിച്ച് അട്ടഹസിച്ച് ആ ജയം ആഘോഷിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് യേശു ഇന്ന് നിലവിളിച്ച് അട്ടഹസിച്ചത്. വലിയൊരു ജയം ഈശോ ആഘോഷിക്കുകയായിരുന്നു. വലിയൊരു ആനന്ദം ഈശോ അനുഭവിക്കുകയായിരുന്നു. നമുക്ക് ഷുവറാക്കാം, നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈശോ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ 2 വലിയ കാര്യങ്ങളാണ് സംഭവിച്ചത്. അതായത് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്ന്, തിരശ്ശീല 2ആയിട്ട് പിളർന്നപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം, ആ സൗഹൃദം, ആ റിലേഷൻഷിപ്പ്, ആ അടുപ്പം, അതെനിക്ക് ദൈവം സ്വായത്തമാക്കി തന്നു. വിശുദ്ധിയുടെ സ്ഥലത്തേക്ക് എനിക്ക് പ്രവേശിക്കാം, പരിശുദ്ധമായ സ്ഥലത്തേക്ക് എനിക്ക് പ്രവേശിക്കാം. അങ്ങനെ ഒരു വലിയ അംഗീകാരം എൻ്റെ കർത്താവ് ഇന്ന് എനിക്ക് തന്നിരിക്കുകയാണ്. 2, കർത്താവിൻ്റെ മരണം എന്ന് പറയുന്നത് ഈ ലോകം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു പാപി പിടിക്കപ്പെട്ട അവസ്ഥയിൽ ആയിരുന്നു. അല്ലെങ്കിൽ പല അവിശ്വാസികളും അന്ധവിശ്വാസികളും പറയും, എന്തുകൊണ്ട് ക്രിസ്തു തന്നെ രക്ഷിച്ചില്ല? വചനം പറയുന്നുണ്ട്, അവിടെ യഹൂദർ പറയുന്നുണ്ട്, ഇത്ര വലിയ രക്ഷകനായിരുന്നിട്ട്, അത്ഭുതം പ്രവർത്തിക്കുന്നവനായിരുന്നിട്ട്, വലിയൊരു വ്യക്തിയായിരുന്നിട്ട് എന്തുകൊണ്ട് യേശു തന്നെ രക്ഷിച്ചില്ല? യേശു വലിയൊരു ദൗത്യം അവിടെ പൂർത്തിയാക്കുക മാത്രമായിരുന്നു. വചനം പറഞ്ഞ ഇപ്രകാരമാണ്, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരു നല്ല മരണം എപ്രകാരമായിരിക്കണമെന്ന് ഈശോ പറഞ്ഞു തരികയാണ്. നിന്റെ ആത്മാവിനെ നീ ഈ ലോകത്തിനോ ഒരു വ്യക്തിക്കോ കൊടുക്കാൻ വേണ്ടി നീ തയ്യാറാകരുത്. നിന്റെ ആത്മാവിൻ്റെ ഉത്തരവാദിത്വം നിന്റെയാണ്. നിന്നെ ചങ്ക് തുറന്ന് സ്നേഹിക്കുന്നവരുണ്ടാകാം, നിന്നെ പ്രിയപ്പെട്ടവരായിട്ട് കരുതുന്നവരുണ്ടാകാം. പക്ഷേ എന്നിരുന്നാലും നിന്റെ ആത്മാവ് ഒരിക്കലും ഈ ലോകത്തിലൊരു വ്യക്തിക്കോ, അത് ഭാര്യയാകാം, മക്കളാകാം, അപ്പനാകാം, അമ്മയാകാം, അവർക്ക് വേണ്ടി പണയം വെക്കേണ്ടതല്ല. നിന്റെ ആത്മാവ് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഈശോ പലപ്പോഴും സുവിശേഷങ്ങളിൽ പറയുന്നത്, ആത്മാവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച് ഈശോ പറയുന്നത്. ലോകം മുഴുവൻ നേടിയിട്ടും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്ത് കാര്യം?
ലോകത്തിന് വേണ്ടി ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഈശോ പറയുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ട മക്കളെ, നല്ലൊരു മരണം ഇങ്ങനെയായിരിക്കണം. അവസാനം നമ്മൾ ബോധാവസ്ഥയിലായിരിക്കരുത്, അബോധാവസ്ഥയിലായിരിക്കരുത് മരിക്കേണ്ടത്. നല്ല ബോധത്തോടെ വേണം നമ്മൾ മരിക്കാനായിട്ട്. ആ നല്ല ബോധത്തോടെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണ്. ആ ആരോഗ്യമുള്ള അവസ്ഥയിൽ നമ്മൾ മരിക്കുമ്പോൾ, നല്ല ബോധ്യത്തിൽ നമ്മൾ മരിക്കുമ്പോൾ ആത്മാവിനെ എവിടെ കൊടുക്കണം എന്നുള്ള വലിയൊരു ബോധ്യം നമുക്കുണ്ടാവും. ആ സമയത്ത്, മരണത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കും, കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങ് എടുത്തുകൊള്ളണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപം ചെയ്ത് ആത്മാവിനെ ആ വ്യക്തികൾക്കും ഈ വ്യക്തികൾക്കും അല്ലെങ്കിൽ ലോകത്തിനും കൊടുത്ത് ജീവിക്കരുത്. പിന്നെ അവസാനം ആത്മാവിനെ ദൈവത്തിൻ്റെ അടുത്ത് കൊടുക്കുവാനായിട്ട് നമ്മുടെ കയ്യിൽ, നമ്മുടെ ശരീരത്തിൽ ആത്മാവ് ഉണ്ടാകില്ല, ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകില്ല. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ വലിയ രക്ഷയുടെ ദിവസം, ഇത് ദുഃഖ വെള്ളിയാഴ്ചയല്ല, ഇത് ശരിക്കും സന്തോഷം നിറഞ്ഞ ഒരു വെള്ളിയാഴ്ചയാണ്. മനുഷ്യൻ രക്ഷ കൈവരിച്ച ദിവസം. ദുഃഖ വെള്ളിയാഴ്ച ഒരു മതാചാരമല്ല, അത് ക്രിസ്ത്യാനിയുടെ ഒരു മതാചാരമല്ല. ഇത് രക്ഷയുടെ ദിവസമാണ്, രക്ഷയുടെ ദിവസം. എല്ലാ വ്യക്തികളും കർത്താവിൻ്റെ മരണത്താൽ രക്ഷിക്കപ്പെട്ട അവസ്ഥ. ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഈശോയെ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ ആരാധന കുരിശാരാധനയാണ്. ഒരു പ്രത്യേകതയുണ്ട്. ഈ ആരാധനയിൽ വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, പ്രത്യേകമായിട്ട് ഈശോയുടെ രക്തത്താൽ കഴുകപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രക്തം, ഈശോയുടെ വിശുദ്ധ രക്തം, ഈ ആരാധനയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആന്തരികമായ തലങ്ങളും നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വ്യക്തിജീവിതത്തിൽ നിന്ന് കുറേ മെസ്സേജുകൾ പ്രാർത്ഥന സഹായമായിട്ട് വന്നിരുന്നു. അതെല്ലാം ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും, എല്ലാ നിയോഗങ്ങളും, എല്ലാ പ്രാർത്ഥനകളും ഈശോയിലേക്ക് സമർപ്പിച്ച്, അവിടുത്തെ കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമുക്ക് ഈശോയുടെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ആത്മീയമായിട്ട് ഒരുക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ തമ്പുരാൻ്റെ മുൻപിൽ കൂപ്പിപ്പിടിച്ചുകൊണ്ട് കുരിശിനെ വണങ്ങുവാനായിട്ടും കുരിശിനെ ആരാധിക്കുവാനായിട്ട് പോകുന്ന ഈ മണിക്കൂറുകളിൽ തമ്പുരാനെ, അവിടുത്തെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുരിശാരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയെ, കുരിശിൻ്റെ വണക്കത്തിലൂടെ, കുരിശിനെ വണങ്ങുന്നതിലൂടെ എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധനങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതാ ഇതാ കുരിശുമരം, ഇതിലാണ് ലോകൈക രക്ഷകൻ മരണം വരിച്ചതീ മന്നിന്നാ. വരുവിൻ വണങ്ങാ ആരാധിക്കാം, വരുവിൻ വണങ്ങാം ആരാധിക്കാം, വരുവിൻ വണങ്ങാം ആരാധിക്കാം. ഇതാ ഇതാ കുരിശുമരം, ഇതിലാണ് ലോകൈക രക്ഷകൻ
മരണം വരിച്ചതീ മണ്ണിന്ന വരുവിൻ വണങ്ങാം ആരാധിക്കാം വരുവിൻ വണങ്ങാം ആരാധിക്കാം വരുവിൻ വണങ്ങാം ആരാധിക്കാം ഇതാ ഇതാ കുരിശുഭാരം ഇതിലാണ് ലോകൈക രക്ഷകൻ. ഈശോയുടെ കുരിശിലേക്ക് നമുക്ക് നോക്കാം. മരണം വരിച്ചതീ മണ്ണിന്ന വരുവിൻ വണങ്ങാം ആരാധിക്കാം വരുവിൻ വണങ്ങാം ആരാധിക്കാം വരുവിൻ വണങ്ങാം ആരാധിക്കാം. നമുക്ക് വേണ്ടി മരിച്ച ഈശോ, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചവൻ, നമ്മുടെ പാവങ്ങൾ തമ്പുരാൻ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത ആ വലിയ നിമിഷം, ഈശോയെ, ഈ കുരിശിനെ ഞങ്ങൾ ആരാധിക്കുകയാണ്, ഈ കുരിശിനെ ഞങ്ങൾ വണങ്ങുകയാണ്. ലോകം അവഹേളിക്കുന്ന, ലോകം പുച്ഛത്തോടെ കാണിക്കുന്ന ഞങ്ങളുടെ രക്ഷയുടെ അടയാളമായ ഈ കുരിശിനെ ഞങ്ങൾ ആരാധിക്കുന്നു, വണങ്ങുന്നു. കർത്താവെ, കുരിശിനെ വണങ്ങുന്നതാണ് പിശാചിന് ഏറ്റവും ഭയമുള്ള കാര്യം എന്ന് പലപ്പോഴും ഞങ്ങളുടെ ശുശ്രൂഷകളിലൂടെ അങ്ങ് വെളിപ്പെടുത്തി തന്നു. കുരിശ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി കുരിശിനെ വണങ്ങുന്നത് പിശാചിന് ഏറ്റവും ഭയമുള്ള കാര്യമാണ്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ മുട്ടുകുത്തി, അല്ലെങ്കിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷം പ്രത്യേകമായിട്ട് ഈശോയെ ആരാധിക്കാം. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ഈശോയെ, താണു വണങ്ങുകയാണ്. അങ്ങ് എത്രമാത്രം എളിമപ്പെട്ടു, അതിനേക്കാളിലും കൂടുതൽ എളിമപ്പെട്ട് ഏറ്റവും എളിമയോടെ താണു വണങ്ങുകയാണ് ഈശോയെ. ഞങ്ങൾ ഈ കുരിശിന്റെ വഴിയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങ് പോയ വഴികൾ, അങ്ങ് അനുഭവിച്ച യാതനകൾ, ദൈവമേ, അതെല്ലാം
ഒന്ന് അനുഭവത്തിലൂടെ നടന്നുകൊണ്ട് ഗെത്സമേൻ മുതൽ കാൽവരിഗിരി വരെ ഒന്ന് നടക്കുവാനായിട്ട്, ആത്മനാലൊന്ന് യാത്ര ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ പള്ളികളിൽ ഇന്ന് കുരിശിന്റെ വഴി പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ നിബന്ധനകൾ കാരണം പോകാൻ പറ്റിയിട്ടുണ്ടാകില്ല. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയുടെ വഴികളിലൂടെ, അങ്ങ് പോയ വഴികളിലൂടെ ഒന്ന് ആത്മനാൽ ഒന്ന് യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവേ, വലിയ വേദനകളുടെ യാതനകളുടെ സമയം വന്നു കഴിഞ്ഞപ്പോ ആഗതമാകുന്ന വലിയ പീഡകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈശോ ആഗ്രഹിച്ചു, വലിയ പീഡകളും വലിയ വേദനകളും അതിലൂടെ എല്ലാം കടന്നു പോകുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ വലിയ ശക്തി, പിതാവിന്റെ വലിയ സംരക്ഷണം പ്രാർത്ഥനയിലൂടെ വേണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അതിന്റെ അനന്തരഫലമായിട്ട് ഈശോ തന്റെ ശിഷ്യന്മാരും ഒത്തുകൊണ്ട് ഒരുമിച്ച് അവൻ ഗെത്സമേനയിലേക്ക് പോയി. തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് പോയി എന്ന് പറഞ്ഞാൽ അവൻ രണ്ട് തരത്തിൽ ആശ്വാസം ആഗ്രഹിച്ചു. ഒന്ന് ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, രണ്ട് തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന്. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ഈശോ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടുന്ന് യേശുവിനെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഒരു മാലാഖയെ അയച്ചു. വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് ഇറ്റിറ്റ് വീഴുന്ന സമയം, ഏറ്റവും നിരാശയുടെ സമയം, വലിയ വേദനയുടെ സമയം, സങ്കടങ്ങളുടെ സമയം. കർത്താവേ, അങ്ങയുടെ ശിഷ്യന്മാരിൽ നിന്ന് ഒരാശ്വാസ വാക്കുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പിതാവിന്റെ സ്വരം കേട്ടില്ല. മാമോദീസ സമയത്ത് പിതാവ് സ്നേഹത്തോടെ ശബ്ദിച്ചതുപോലുള്ള ഒരു ശബ്ദം അവിടുന്ന് ലഭിച്ചില്ല. ആശ്വാസവാക്ക് കിട്ടിയില്ല. ശിഷ്യന്മാരാകട്ടെ ഒരു കല്ലേറ് ദൂരെ, യേശുവിൽ നകലെ അവര് ഉറങ്ങുകയായിരുന്നു. ഈശോ ഒരു കല്ലേറ് ദൂരം അകലെ മാറിപ്പോയി പ്രാർത്ഥിച്ചു. ഒരു കല്ലേറ് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യശക്തിയുടെ അപ്പുറത്തേക്ക് ദൈവശക്തിയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു. കർത്താവേ, തന്റെ വിഷമങ്ങളും സങ്കടങ്ങളും തന്റെ ഉത്കണ്ഠകളും എല്ലാം അറിയിക്കുവാൻ ആരുമില്ലാതെ പോയല്ലോ. അത് മനുഷ്യകുലത്തെ, മനുഷ്യന്റെ വേദനകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഞാനും ഒരുപക്ഷെ എൻ്റെ ഈശോയെ പലപ്പോഴും എൻ്റെ വേദനകൾ പങ്കുവയ്ക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഒത്തിരി നിരാശപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി വേദനിച്ചിട്ടുണ്ട്, തനിച്ചായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് എന്നെ സൗഖ്യമാക്കണമേ, എനിക്ക് സൗഖ്യം നൽകണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ല ആരെയുമൊപ്പം. ഈ ആരാധന മാത്രം ആശ്വാസം. കർത്താവേ, ഞാൻ ആരോടിതെല്ലാം പറയും,
പാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ല ആരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം, ഈ ആരാധന മാത്രമാശ്വാസം. ഈശോയെ, അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, 1 മണിക്കൂർ പോലും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലേ? പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കമാണ്. കുടുംബ പ്രാർത്ഥന പലപ്പോഴും ഞാൻ ഉറങ്ങുകയാണ്, ക്ഷീണിതനാണ്, ഭാരപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ തീഷ്ണതയില്ലാത്തത് എപ്പോഴും ഒരു പരാജയമാണ്. ഈശോ നമ്മളോട് ചോദിക്കുന്ന ഈ വാക്കുകൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെപ്പോഴും ആ വാക്കുകളെ ഓർമ്മിപ്പിക്കണം. ആ വാക്കുകൾ നമ്മളെപ്പോഴും ഓർക്കണം. ഉറക്കത്തോടെ അലസതയോടെ പ്രാർത്ഥനയെ സമീപിക്കുമ്പോൾ സഹനങ്ങളിൽ അലസതയോ ഉറക്കമോ അല്ല ആവശ്യം. സഹനങ്ങളുടെ സമയങ്ങളിൽ ശക്തമായ പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. ഈശോ അത് നമ്മളെ പഠിപ്പിക്കുക. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇതാ പട്ടാളക്കാരുടെ മധ്യേ സ്നേഹിതനായ യൂദാസ് ഒരു ചുംബനം കൊണ്ട് ഒറ്റുകൊടുക്കുവാനായിട്ട് 30 വെള്ളിക്കാശിനു വേണ്ടി യേശുവിനെ കൈമാറുവാനായിട്ട് പട്ടാളക്കാരുടെ മധ്യേ അവനിതാ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. എൻ്റെ കർത്താവേ, തന്നോടൊപ്പം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തവൻ, അപ്പം മുക്കി ഭക്ഷിച്ചവൻ, വെറും 30 വെള്ളിക്കാശിനു വേണ്ടി യേശുവിനെയും വിശ്വാസത്തെയും ഒറ്റുകൊടുത്തു. ഇതാ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള 30 വെള്ളിക്കാശുകൾ എന്റെയും യേശുവിന്റെയും ബന്ധത്തിന്റെ നടുവേ വന്നു നിന്നിട്ടുണ്ട്. പലപ്പോഴും യേശുവിനേക്കാൾ ഉപരി എൻ്റെ ജോലിക്ക്, എൻ്റെ കുടുംബത്തിന്, സമ്പത്തിന്, എൻ്റെ വരുമാന മാർഗത്തിന് വേണ്ടി ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഈശോയെ, അതിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. പട്ടാളക്കാര് യേശുവിനെ ബന്ധിക്കുന്നു. അനന്തരം അവര് യേശുവിനെ പിലാത്തോസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പ്രിത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി ചാട്ടവാറിനടുപ്പിച്ച് യേശുവിനെ മുൾമുടി ധരിപ്പിക്കുന്നു. ചാട്ടവാറിന്റെ അടി ഇതാ അതേറ്റവും ഭയാജനകവും വേദനാജനകവുമാണെന്നാണ് പറഞ്ഞു വെക്കുക. ചാട്ടവാറിന്റെ അഗ്രഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന മുള്ളുകൾ അടിക്കുമ്പോൾ യേശുവിന്റെ ശരീരഭാഗത്ത് ആഴ്ന്നമർന്ന് അത് പിന്നീട് പറിച്ചെടുക്കുമ്പോൾ ഇതാ അതോടൊപ്പം മാംസകഷണങ്ങൾ പുറത്തേക്ക് വന്നു, രക്തച്ചാലുകൾ രൂപപ്പെടുന്നു. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇതാ ഒഴുകിയാണ്. മുൾമുടി ശിരസിൽ ധരിക്കുമ്പോൾ അതിന്റെ മുള്ളുകൾ ശിരസിലേക്ക് അമർന്ന് ആഴ്ന്നിറങ്ങുമ്പോൾ കർത്താവെ, ആ രക്തത്തുള്ളികൾ
എൻ്റെ രക്ഷയുടെ, എൻ്റെ ശുദ്ധീകരണത്തിൻ്റെ, എൻ്റെ സൗഖ്യത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ വലിയ ഒരു അടയാളമാണ്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ തിരുരക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം ഈശോയുടെ തിരുരക്തത്തിന്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുവാനായിട്ട്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തിത്വങ്ങളിൽ നിറയപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സാധിക്കുന്നവര് ഈ സമയം കൂടുതൽ ഭക്തിയോടെ ആയിരിക്കുക. വിശുദ്ധ രക്തത്തിന്റെ അഭിഷേകം കൊണ്ട് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ രക്തത്തിന്റെ ആ പവറില്ല, ആ ശക്തിയാൽ നമ്മുടെ ബന്ധനങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കപ്പെടാനായിട്ട് ഇപ്പൊ പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങള് ഈശോയുടെ മുന്നിൽ യാചനാരൂപത്തിൽ പിടിച്ച് ആ തിരുരക്തത്തിന് വേണ്ടി ദാഹിച്ച് അഭിഷേകത്തോടെ ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും സകലതിനെയും തിരുരക്തം കൊണ്ട് ശുദ്ധീകരിക്കണമേ. പാപത്തിന്റെ കറകളെ, പാപം വഴിയായിട്ട്, ലോകം വഴിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, വ്യക്തിത്വത്തിലേക്ക്, എൻ്റെ ആത്മീയതയിലേക്ക് വന്നിട്ടുള്ള എല്ലാ പീഡകളെയും തഴക്കദോഷങ്ങളെയും ശാപത്തിന്മ സ്വാധീനങ്ങളെല്ലാം യേശുവേ, ഈ കുരിശുമരണത്തിന്റെ ശക്തിയാൽ, ഈ ദൃഢത്വത്തിന്റെ ശക്തിയാൽ പൂർണ്ണമായിട്ട് മോചിപ്പിക്കുന്നുവല്ലോ. കർത്താവേ, അത് ഇന്നെന്നിൽ പ്രകടമാകട്ടെ, ഇന്നെന്നിൽ അത് ശക്തി ആർജിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൃഢത്വം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. ഈശോയെ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. അഭിഷേകം അങ്ങയുടെ ശിരസിൽ നിന്ന് ഒഴുകുന്ന രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ, അഭിഷേകം എന്നിൽ നിറയട്ടെ. യേശുവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്താൽ, ദൃഢത്തിന്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എന്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കഴുകണമേ. എന്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കഴുകണമേ. എന്റെ കുടുംബത്തിൽ ഓരോ വ്യക്തികളെയും അങ്ങ് കഴുകണമേ. എന്റെ കുടുംബത്തിലുള്ള ഓരോ മക്കളെയും കഴുകണമേ. എന്റെ മാതാപിതാക്കളെ ദൃഢത്താൽ കഴുകണമേ. എന്റെ തലമുറകളെ കഴുകണമേ. എന്റെ സഹോദരങ്ങളെ കഴുകണമേ. ഞാൻ കണ്ടുമുട്ടുന്ന എന്റെ ജോലി സ്ഥലത്തെ എന്റെ അധികാരികളെ, സമർപ്പിത ജീവിതങ്ങളെ, പൗരത്വ ജീവിതങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. കർത്താവേ, ഈ ലോകം വഴിയായിട്ട്, പാപം വഴിയായിട്ട് എന്നിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ശാപ, തിന്മ, സ്വാധീന ദോഷങ്ങളെയും, എല്ലാ അന്ധകാര ശക്തികളും, എല്ലാ പൈശാചിക ശക്തികളും യേശുക്രിസ്തുവിന്റെ നാമത്താൽ നിർവീര്യമാക്കി പോകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്താൽ നിർവീര്യമായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുരക്തത്തിന്റെ യോഗ്യതയാ എനിക്ക് സൗഖ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമുണ്ടാക്കുവാനുള്ള തടസ്സം മാറിക്കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ മേൽ കടക്കുന്ന കെട്ടുകള് യേശുനാമത്താൽ വിട്ടൊഴിഞ്ഞു പോട്ടെ. കർത്താവേ, വിശ്വാസത്തിന്റെ മേൽ കടക്കുന്ന സകല ബന്ധനങ്ങളും കർത്താവേ അങ്ങ് എടുത്തു മാറ്റണമേ. അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം എന്നിൽ നിറയട്ടെ, അഭിഷേകം എന്നിൽ
നിറയട്ടെ. ഓ കർത്താവേ, അഭിഷേകം എന്റെ ജീവിതത്തിൽ അങ്ങയുടെ രക്തത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഓരോ അടിയും അങ്ങ് ഏൽക്കപ്പെട്ടപ്പോൾ, ആ മുൾമുടി ധരിക്കപ്പെട്ടപ്പോൾ അതെനിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങയുടെ രക്തം ഞാൻ അർഹിച്ചതാണ്, അതെനിക്ക് അർഹതപ്പെട്ടതാണ്. അങ്ങേറ്റ ഓരോ അടിയും അതെനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അതിനായിട്ട് അർഹതപ്പെട്ടവനാണ്. ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ എല്ലാ വിധത്തിലുള്ള പീഡകളെയും വേദനകളെയും തടസ്സങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. യേശുനാമത്തിൽ എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും പീഡകളും തടസ്സങ്ങളും തഴക്കദോഷങ്ങളും ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക്, പുരുഷനെ വണങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പീഡകളും എല്ലാ ബന്ധനങ്ങളും യേശുനാമത്താൽ വിട്ടൊഴിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. കർത്താവേ കരുണ, കർത്താവേ കരുണ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓ കർത്താവേ കരുണ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എനിക്ക് വിടുതൽ നൽകണമേ, അങ്ങയുടെ രക്തത്താൽ എനിക്ക് സമാധാനം നൽകണമേ. തലമുറകളിലൂടെ, മാതാപിതാക്കളിലൂടെ, വ്യക്തിത്വങ്ങളിലൂടെ ഇതാ കുടുംബത്തിലേക്കും വ്യക്തിത്വത്തിലേക്കും കടന്നു വന്നിട്ടുള്ള എല്ലാ പീഡകളും യേശുനാമത്താൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ രക്തത്താൽ നിർവീര്യമാകട്ടെ, യേശുവിന്റെ രക്തത്താൽ നിർവീര്യമാകട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന. തിരുരക്തം എന്നിൽ ഒഴുകട്ടെ കർത്താവ്. യേശുവേ, 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 യേശുവേ. ആരാധന കർത്താവേ. യേശുവേ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ രക്തം, ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങൾ കഴുകപ്പെടട്ടെ, രക്തം കൊണ്ട് ഞങ്ങൾ കഴുകപ്പെടട്ടെ. കർത്താവേ രക്തം ദാഹത്തോടെ സ്വീകരിച്ച്, ഞങ്ങളുടെ രക്തം ദാഹത്തോടെ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ, ശരീരങ്ങൾ, ആത്മാവ്, മനസ്സ് എല്ലാം ശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവേ. മത്തായി 1:21 അവൻ തന്റെ ജനത്തെ തന്റെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കും രക്തത്തിന്റെ സ്വാധീനത്താൽ. യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയുടെ വിലയേറിയ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും യാത്ര ചെയ്യേണ്ടതുണ്ട്. അനന്തരം ഭാരമുള്ളൊരു കുരിശുമരം അവർ യേശുവിൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തു. അവിടുന്ന് കാൽവരി മലയിലേക്ക് നടക്കുകയാണ്. ഭാരമുള്ള കുരിശുമരവുമായിട്ട് അവൻ നിലത്ത് വീഴുന്നു. എന്നാൽ ആരും അവനെ ആശ്വസിപ്പിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെയില്ല. ഇതാ പട്ടാളക്കാരടിക്കുന്നു, മുഖത്ത് തുപ്പുന്നു, അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നു.
ഈശോയെ, ഭാരമുള്ള കുരിശുമരം ചുമന്നുകൊണ്ട് അങ്ങ് യാത്ര ചെയ്യുമ്പോൾ അങ്ങയുടെ വേദനകളെ, അങ്ങയുടെ ഭാരങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതാ ഒരുപക്ഷെ ഈ കുരിശുമരം ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ കാൽവരിയിൽ എത്തുന്നതിന് മുമ്പേ അവിടുന്ന് മരിച്ചു പോയേക്കുമെന്ന് ഒരുപക്ഷെ യഹൂദർ ഭയന്നു പോയതിനാൽ കുരിശുമരം ചുമക്കുവാനായിട്ട് അവർ ശിമയോനെ നിർബന്ധിക്കുന്നു. ഭാരമുള്ള കുരിശുമരം ശിമയോൻ ചുമക്കുന്നു. വേറോനിക്ക് എന്ന് പറയുന്ന ഒരു സ്ത്രീ വളരെ ധൈര്യത്തോടെ പട്ടാളക്കാരുടെയും യഹൂദരുടെയും മധ്യത്തിൽ അവിടേക്ക് കടന്നു വന്ന് അവളുടെ തുവാല എടുത്ത് യേശുവിന്റെ മുഖം തുടച്ചു. ഈ രണ്ട് വ്യക്തികളെ, കർത്താവേ, അവരെ പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു മറ്റൊരു ശിമയോനാകുവാൻ, ഒരു വെറോനിക്കയാകുവാൻ അതിനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ. കർത്താവേ, യേശുവിന്റെ പീഡാസഹനങ്ങളോട്, യേശുവിന്റെ വേദനകളോട് ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെക്കുവാൻ, ഒരു ശിമയോനാകുവാൻ, ഒരു വെറോനിക്കയാകുവാൻ. ഒരുപക്ഷെ ഇപ്രകാരമായിരിക്കാം നമ്മുടെ വേദനകളെ, നമ്മുടെ സഹനങ്ങളെ, നമ്മുടെ കണ്ണുനീര് യേശുവിലേക്ക് ചേർത്ത് വെക്കുക. ഓരോ സഹനത്തിനും അർത്ഥമുണ്ട്. ഓരോ സഹനത്തിനും അർത്ഥമുണ്ട്. അത് യേശുവിനോട് ചേർന്ന് മാത്രമാണെങ്കിൽ. ഭാരമുള്ള കുരിശുമരം ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് നീങ്ങുന്നു. അവിടുന്ന് വീഴുന്നു. വഴിയരികിൽ വെച്ച് മാതാവിനെ കാണുന്നു. അവർ പരസ്പരം നോക്കി കണ്ണുനീരോടെ മാതാവ് ഈശോയെ നോക്കുന്നു. വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ. മാതാവിന് ഈശോ നോക്കുന്നു. തന്റെ പ്രിയപുത്രൻ കാൽവരിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ മാതാവിന് സ്വാർത്ഥതയില്ല. തന്റെ പുത്രന് നല്ല വരണമെന്ന്, തന്റെ മകൻ എപ്പോഴും നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച ഒരമ്മയല്ലാതെ ഈ ലോകത്തിന് നന്മ വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്റെ പുത്രനെ ബലിയായി നൽകുവാൻ മാതാവ് തയ്യാറായി. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥതയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, നമുക്ക് വീട്, നമുക്ക് കല്യാണം, നമുക്ക് ജോലി. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും സ്വാർത്ഥതയുടെ തലങ്ങളാണ്. എന്നാൽ മാതാവ് ഇപ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണെങ്കിൽ തന്നെയും ഈ ലോകത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മാതാവ് യേശുവിനെ ലോകത്തിന് കൊടുത്തതുപോലെ യേശുവിനെ കൊടുക്കുവാനായിട്ട്, യേശുവിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ മാത്രമല്ല, യേശുവിനെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അനന്തരം ഈശോ ഗോൽഗോൽത്ത എന്ന് പറയുന്ന സ്ഥലത്ത് കുരിശിൽ തടക്കപ്പെടുവാനായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ അവർ ഉരിഞ്ഞെടുക്കുന്നു. ദുസ്സഹമായ പീഡ, രക്തക്കറ കൊണ്ട് കൂട്ടി യോജിപ്പിക്കപ്പെട്ട ആ മുറിവുകൾ
ഇതാ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയപ്പോൾ രണ്ടായി വിഭജിച്ച് അല്ലെ വിള്ളലുകൾ ഉണ്ടായി. ആ രക്തം ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്നു. കർത്താവേ, അങ്ങേ അവർ വിവസ്ത്രനാക്കി, നഗ്നനാക്കി. ഇതെന്റെ വേദനകളെ അങ്ങോട്ട് ചേർത്ത് വെക്കുവാൻ വേണ്ടി മാത്രമാണ്. ഞാനും പലപ്പോഴും നഗ്നയാക്കപ്പെട്ടിട്ടുണ്ട്, നഗ്നനാക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപക്ഷെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, ദുരുപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, അതെല്ലാം ഇപ്പോൾ സുഖമാക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഈ പിടകളിലൂടെ കടന്നുപോയത്. അനന്തരം യേശുവിനെ അവർ കുരിശിൽ തറയ്ക്കുവാനായിട്ട് ഇതാ കുരിശിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ആ വലിയ രംഗങ്ങൾ ആത്മനാലും നമുക്കൊന്ന് കാണാം. അത് നമുക്ക് ആത്മാവിനും ശരീരത്തിനും മനസ്സിനും ഒരു വിടുതലായിട്ട് മാറട്ടെ. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത ദുസ്സഹമായ പീഡകൾ. കർത്താവേ, അങ്ങ് കടന്നുപോയി വലിയ വേദനകള്, വേദനയുടെ നിമിഷങ്ങൾ ഈശോയെ ഞാൻ ആത്മനാല് കാണുന്നു. യേശുവിനെ അവർ കുരിശിൽ തറച്ചു. അനന്തരം അവൻ ഇതാ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കർത്താവിന്റെ പദ്ധതി പ്രകാരം ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇതാ നമുക്ക് വേണ്ടി കിടക്കുന്നു. 3 ആണികളാൽ അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. 2 കള്ളന്മാരുടെ മധ്യേ ആ വലിയ സ്നേഹത്തെ ഞാനിപ്പോൾ കാണുന്നു. ആത്മനാൽ അത് കാണുമ്പോൾ തന്നെ, അനുഭവിക്കുമ്പോൾ തന്നെ അദുസ്സഹമായ പീഡകളെ എന്റെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും ചിന്തകളിലേക്കും ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ ഈശോയെ, എനിക്ക് വലിയ വിടുതലാണ്, എനിക്ക് വലിയ ആനന്ദമാണ്, എനിക്ക് വലിയ സൗഖ്യമാണ്. ആ സ്നേഹത്തെ ഒന്ന് അനുഭവിച്ചറിയുവാനായിട്ട് ഇതാ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. എൻ്റെ സഹനത്തിനും എൻ്റെ വേദനകൾക്കും അർത്ഥമുണ്ട് എന്ന് തെളിയിച്ചതാണ് ഈശോയുടെ സഹനങ്ങൾ. ഒരുപക്ഷെ അനേകർ ചിന്തിക്കുന്നുണ്ട്, യേശുവിലേക്ക് കടന്നു വന്ന് യേശുവിനെ അനുഭവിക്കുവാനായിട്ട്, യേശുവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയ നാളുകൾ മുതൽ സഹനങ്ങൾ തുടങ്ങി, വേദനകൾ തുടങ്ങി, പീഡകൾ തുടങ്ങി, തടസ്സങ്ങൾ തുടങ്ങി, ബുദ്ധിമുട്ടുകൾ തുടങ്ങി എന്ന് പരാതിപ്പെടുന്ന അനേകം ദൈവമക്കൾക്ക് ഒരു ഉത്തരവാണിത്. സഹനത്തിന് എപ്പോഴും അർത്ഥമുണ്ട്. വേദനകളുടെ കാലങ്ങള് കടന്നുപോകും, ദുഃഖങ്ങളുടെ കാലങ്ങൾ കടന്നുപോകും.
അത് നമ്മളെ യേശുവിനെ പോലെ ആക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് നൽകുന്ന സഹനങ്ങളാണ്. കർത്താവ് എന്നിൽ രൂപപ്പെടുവോളം, കർത്താവ് എന്നിൽ പൂർണ്ണമാക്കപ്പെടുവോളം ഒരുപക്ഷെ ഞാൻ സഹനത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ടാകാം. എങ്കിലും ഈശോ അനുഭവിച്ചതുപോലെ നിനക്ക് അനുഭവിക്കേണ്ടി വന്നതിൽ നീ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിരാശയുടെ, അസഹനങ്ങളുടെ മുറിവുകളെ, ആ വേദനകളുടെ മുറിവുകളെ ഇന്ന് നമുക്ക് ഉണക്കാം. ഒരു വേദനകളും ഒരു സഹനങ്ങളും പാഴാക്കി കളയരുത്. ഒരു ദുഃഖങ്ങളും ഒരു നിരാശകളും പാഴാക്കി കളയരുത്. അതെല്ലാം ഈശോയിലേക്ക് സമർപ്പിക്കുക, കുരിശിലേക്ക് ചേർത്ത് വെക്കുക. കുരിശോട് ചേർത്ത് വെക്കുന്ന സഹനങ്ങൾക്കെല്ലാം മൂന്നാം ദിവസം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ഉയർപ്പ്, ഒരു വിടുതൽ, ഒരു അഭിഷേകം, ഒരു അനുഗ്രഹം ഉണ്ട് എന്നാണ്. കുരിശിനോട് ചേർത്ത് വെക്കാത്ത സഹനങ്ങൾ, കുരിശിനോട് ചേർത്ത് വെക്കപ്പെടാത്ത സഹനങ്ങൾ എപ്പോഴും ഭാരമായിട്ട് കാണും, നിരാശയായിട്ട് കാണും. അതിൽ തന്നെ നമുക്ക് നിലനിൽക്കേണ്ടി വരും. നമ്മുടെ സഹനങ്ങളെല്ലാം ഈശോയോട് ചേർത്ത് വെക്കാം. കുരിശോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് ഈശോയെ നിന്നെ കാണാനാ ആത്മനാലെന്ന് ഈശോയെ കണ്ടേ. ക്രൂശിന്റെ മാറിൽ ചായുന്നു, ആശ്വാസം നിന്നിൽ തേടുമ്പോ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു. വേദനകളുടെ സമയങ്ങൾ, കണ്ണീരിൽ മുങ്ങിത്താഴുമ്പോ ഒത്തിരിയേറെ നിമിഷങ്ങളുണ്ട് ഈശോയെ. ക്രൂശിൽ ഞാൻ അർത്ഥം കാണുന്നു. ഈശോയെ നിന്നെ കാണാൻ എല്ലാ സഹനങ്ങൾക്കും അർത്ഥമുണ്ട്. ക്രൂശിന്റെ മാറിൽ ചായുന്നു. എല്ലാ സഹനങ്ങൾക്കും അർത്ഥമുണ്ട് ഈശോയെ. എല്ലാ വേദനകൾക്കും അപ്പുറത്തേക്ക് ഗ്ലോറിയുണ്ട്. ഞാനെന്നും നിന്നോമൽ കുഞ്ഞല്ലേ, ഈശോയുടെ പൊന്നുമകളായി ഞാനെല്ലാം നിന്നോട് ചൊല്ലിയില്ലേ. പാപത്തിൽ വീണാലും താണാലും നീ എന്നെ കൈവിട്ട് പോകല്ലേ. കർത്താവേ വന്നാലും കാരുണ്യം തന്നാലും കണ്ണീരോടെ തേടുന്നങ്ങേ ഞാൻ, കൈകൾ കൂപ്പി വാഴ്ത്തുന്നങ്ങേ ഞാൻ. ഈശോയെ നിന്നെ കാണാനാ ക്രൂശിന്റെ മാറിൽ ചായുന്നു, ആശ്വാസം നിന്നെ തേടുമ്പോ ആനന്ദം ഉള്ളിൽ തിങ്ങുന്നു. ഈശോയെ, ഓ ദൈവമേ, ഓ പരിശുദ്ധനെ, എൻ്റെ എല്ലാ വേദനകൾക്കും സങ്കടങ്ങൾക്കും ഭാരങ്ങൾക്കും ഉത്തരം കുരിശിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈശോയെ, മരിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട ഈശോ പറഞ്ഞൊരു വാക്കുകളാണ്. 7 വചനങ്ങളുണ്ടെങ്കിൽ തന്നെയും അതിലൊരു വചനം എങ്കിലും നമുക്കിന്ന് അടുത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു, പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസം നമുക്ക് ഏതെങ്കിലും വ്യക്തികളോട് ക്ഷമിക്കാനായിട്ടുണ്ടെങ്കിൽ ആത്മനാല് നമുക്കവരെ ഈശോയിലേക്ക് സമർപ്പിക്കാം. ആദ്യം
നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയിലേക്ക് സമർപ്പിക്കുക. ഒരുപക്ഷെ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തലങ്ങളുണ്ടാകാം, മുറിവുകളുണ്ടാകാം, വാക്കുകളുണ്ടാകാം, പ്രവൃത്തികളുണ്ടാകാം, എന്തുമായിക്കൊള്ളട്ടെ. അതെൻ്റെ കൈവശം ഇരുന്നാൽ ഒരിക്കലും നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല. ആ സാഹചര്യങ്ങളെയും ആ മുറിവുകളെയും ഓർമ്മകളെയും എല്ലാം നമുക്ക് കുരിശിലേക്ക് കൊടുക്കാം, തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇത്രയും നാള് ഞാൻ ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ബുദ്ധിയിൽ കൊണ്ട് നടന്നു. ഇനി കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കൊടുക്കാം. ക്ഷമിക്കുവാൻ, ക്ഷമ കൊടുക്കുവാൻ ആ പഠിപ്പിച്ച ഈശോയിലെ ആ വാക്കുകൾ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ, ക്ഷമിക്കുവാനുള്ളൊരു പവർ, ഒരു പ്രത്യേക ഗ്രേസ് എനിക്ക് നൽകണമേ. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ വാക്കുകൾ, അവസാന വാക്കുകൾ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവരെന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അനന്തരം ഈശോ തൻ്റെ മരണത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ തൻ്റെ ആത്മാവിനെ പിതാവിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തല ചായ്ച്ച് മരിച്ചു. ഒരു നിമിഷം ആ വലിയ നിമിഷങ്ങളെ ഓർത്ത് ഈശോയോട് നന്ദി പറയാം. നമുക്ക് വേണ്ടി മരിച്ച കർത്താവിനെ നമുക്കൊന്ന് ആത്മനാൽ കാണാം. ആ കുരിശിലേക്ക് നമുക്ക് നോക്കാം. ഏതാനും നിമിഷങ്ങള് നമ്മുടെ കണ്ണുകൾ തുറന്ന് കരങ്ങൾ കൂപ്പി സാധിക്കുന്നവർ മുട്ടുമേലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ മരണം നമുക്ക് ഏറ്റുവാങ്ങാം. അതുപോലെ തന്നെ കുരിശിനെ വന്ദിച്ച് കുരിശിനെ ആരാധിക്കാം. ഒരു നിമിഷം കൂടെ സാധിക്കുന്നവര് ഈശോയുടെ സന്നിധിയിൽ കുമ്പിട്ടായിരിക്കുക, ശിരസൽപ്പം നമിച്ചു പിടിക്കുക. കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിനെ വണങ്ങുന്നു. ആമേൻ. ഈശോയെ, നിൻ തിരുക്രൂശിനെ നാഥാ ഞങ്ങൾ വന്ദിച്ചുയർപ്പിനെ വാഴ്ത്തിടാം. നിൻ തിരുക്രൂശിനെ നാഥാ ഞങ്ങൾ വന്ദിച്ചുയർപ്പിനെ വാഴ്ത്തിടാം. കുരിശാലെ മന്നിതിലെങ്ങും നവ്യ സന്തോഷകാന്തി പരന്നു. കുരിശാലെ മന്നിതിലെങ്ങും നവ്യ സന്തോഷകാന്തി പരന്നു. നിൻ തിരുക്രൂശിനെ നാഥാ ഞങ്ങൾ വന്ദിച്ചുയർപ്പിനെ വാഴ്ത്തിടാം.
ദൈവം കനിഞ്ഞെത്തി നമ്മളെ ഒന്നായി ആശീർവദിക്കുമാറായിടണം. ദൈവം കനിഞ്ഞെത്തി നമ്മളെ ഒന്നായി ആശീർവദിക്കുമാറായിടണം. വാത്സല്യപൂർവം കടാക്ഷിച്ചു നമ്മെ സ്വർഗീയ ദാനം തൂക്കിടേണം. വാത്സല്യപൂർവം കടാക്ഷിച്ചു നമ്മെ സ്വർഗീയ ദാനം തൂക്കിടേണം. നിൻ തിരുക്രൂശിനെ നാഥാ ഞങ്ങൾ വന്ദിച്ചുയർപ്പിനെ വാഴ്ത്തിടാം. കുരിശാലെ മന്നിതിലെങ്ങും നവ്യ സന്തോഷകാന്തി പരന്നു. നിൻ തിരുക്രൂശിനെ നാഥാ ഞങ്ങൾ വന്ദിച്ചുയർപ്പിനെ വാഴ്ത്തിടാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എനിക്ക് ദൈവമേ എൻ്റെ നിയോഗങ്ങൾ സാധിച്ചു തന്നതിനെ ഓർത്തല്ല ഞാൻ നന്ദി പറയുന്നത്, അങ്ങേ സ്തുതിക്കുന്നത്, അങ്ങേ ആരാധിക്കുന്നത്. ഒറ്റ കാരണം, അങ്ങെനിക്ക് വേണ്ടി മരിച്ചു, അങ്ങെനിക്ക് വേണ്ടി സഹിച്ചു, എൻ്റെ ആത്മാവിന് അങ്ങ് വില കൊടുത്തു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട്, അങ്ങയുടെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ച് ആരാധിക്കും. ഈ സമയം ഒരു നിമിഷം നമ്മൾ ഈശോയെ ആരാധനയുടെ അവസാന സമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കർത്താവേ, വിടുതൽ നൽകണമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. കർത്താവേ ഈശോയെ, ഞങ്ങൾക്ക് വിടുതൽ നൽകി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ ദാഹിക്കുന്നു. കുരിശിന്റെ ചുവട്ടിലായിരുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം ഞങ്ങൾ ദാഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരു വിടുതൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും ഈ സമയം ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തോട് കർത്താവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവിനോട് നന്ദി പറഞ്ഞ് മാത്രം പ്രാർത്ഥിക്കുക. വേറൊന്നിനും ആഗ്രഹത്തിനോ മറ്റൊന്നിനോ വേണ്ടി പ്രാർത്ഥിക്കരുത്. ദൈവം എനിക്ക് വേണ്ടി മരിച്ചതിനെ ഓർത്ത് നന്ദി പറയുക. ദൈവം എനിക്ക് വേണ്ടി മരിച്ചതിനെ ഓർത്ത് സ്തുതി പറയുക. ദൈവം എനിക്ക് വേണ്ടി സഹിച്ചതിനെ ഓർത്ത് സ്തുതി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ പ്രാർത്ഥിക്കുന്നു, യേശുവേ പ്രാർത്ഥിക്കുന്നു, കർത്താവേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈ ആരാധനയുടെ അവസാന മണിക്കൂറുകളില്, അവസാന സമയങ്ങളിൽ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പീഡകളേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ഇതാ ഈ ലോകത്തിന് വേണ്ടിയിട്ട് മരിച്ചവനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടെടുത്തവനെ, ഞങ്ങളുടെ വ്യക്തിത്വത്തെ വീണ്ടെടുത്തവനെ, ഞങ്ങളുടെ തലമുറകളെ വീണ്ടെടുത്തവനെ, ഞങ്ങളെ രക്ഷിച്ചവനെ, ഈ ലോകത്തെ രക്ഷിച്ചവനെ, സകല തലമുറകളെ രക്ഷിച്ചവനെ, ഞങ്ങളുടെ ലോകത്തെ വീണ്ടെടുത്തവനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന.
യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കർത്താവേ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം കടന്നു വരട്ടെ, കർത്താവിന്റെ അഭിഷേകം കടന്നു വരട്ടെ, ഈശോയുടെ ത്രിരത്ഥാഭിഷേകം കടന്നു വരട്ടെ, ഈശോയുടെ ത്രിരത്ഥാഭിഷേകം കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഏറ്റവും ഭക്തിയോടെ തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കാം. കുരിശിന്റെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ് നമ്മൾ. കുരിശിന്റെ ആശീർവാദം എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സകലത്തിനെയും ആശീർവദിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ആശീർവാദം എവിടെയൊക്കെ ആഗ്രഹിക്കുന്നോ ആ തലങ്ങളിലെല്ലാം തമ്പുരാന്റെ ആശീർവാദം വന്നു നിറയും. എവിടെയെല്ലാം നമ്മൾ ദാഹിക്കുന്നു, എവിടേക്കൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നു, ഇവിടേക്കെല്ലാം തമ്പുരാന്റെ സാന്നിധ്യവും ആശീർവാദവും കടന്നു വരികയാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. ഈശ്വര പ്രിയപ്പെട്ട മക്കളെ, വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കർത്താവിൻ്റെ പീഡാ സഹനങ്ങളെ ഓർത്ത് നമുക്ക് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും വിശുദ്ധിയോടെ ആയിരിക്കുകയും ചെയ്യാം. ആ ഉയർപ്പിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾക്ക് ദാഹത്തോടെ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.